പണ്ഡിറ്റ് പി ഗോപാലൻ നായർ എന്ന മഹത് പ്രതിഭയുടെ പേരിൽ സമർപ്പിക്കുന്ന ശ്രീമദ് ഭാഗവത പുരസ്കാരമാണ്. വ്യാഖ്യാനം തപസ്യയാക്കിയ പണ്ഡിറ്റ് പി ഗോപാലൻ നായർ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ വളരെ സ്പഷ്ടവും ഉത്കൃഷ്ടവുമായ വ്യാഖ്യാനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന 8 വോളിയങ്ങളിൽ കൂടിയാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ഗൃഹം കൊല്ലങ്കോടിൽ നമുക്ക് കാണാം. പണ്ഡിറ്റ് പി ഗോപാലൻ നായരുടെ കുടുംബാംഗങ്ങളായ ശ്രീമതി കാമിനി ഗോകുലൻ എന്നിവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജീവിതാവസാനം വരെ നിസ്തന്ത്രമായ വ്യാഖ്യാന തപസ്സിൽ മുഴുകിയിരുന്ന പണ്ഡിറ്റ് പി ഗോപാലൻ നായർ ഭാവാർത്ഥ കൗമുദിയിൽ തുടങ്ങി ശ്രീശങ്കര ഭഗവത് പാദരുടെ ഹരിമീഡ സ്തോത്രത്തിനും ഭാഷ്യമെഴുതി. ശ്രീമദ് ഭാഗവതം എന്ന ആനന്ദസാഗരത്തിൽ ആറാടി ജീവിതം സമർപ്പിച്ച പുണ്യാത്മാവ്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തുന്ന പ്രഥമ സുഹൃതസ്മൃതി ഭാഗവത പുരസ്കാരം തോട്ടത്തിൽ മന ശ്യാം നമ്പൂതിരി അവർകൾക്കാണ്. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി തോട്ടത്തിൽ ശ്യാം നമ്പൂതിരി അവർകളെയും പുരസ്കാരം സമർപ്പിക്കുന്നതിനായി പത്മശ്രീ രാമചന്ദ്ര പുലവർ അവർകളെയും ക്ഷണിക്കുന്നു. രുചിരം നവം നവം എന്ന് പുകഴ്പെറ്റ ഭാഗവത കഥാമുഖം സ്വതസിദ്ധമായ ശൈലിയിലൂടെ 10,000-കണക്കിന് ഭക്തരിലേക്ക് പകർന്നു നൽകി ആധ്യാത്മിക അനുഭൂതിക്ക് കാരണക്കാരനായ ബ്രഹ്മശ്രീ തോട്ടം ശ്യാം നമ്പൂതിരി, അദ്ദേഹത്തിന് 2024 സാന്ദീപിനി പണ്ഡിറ്റ് പി ഗോപാലൻ നായർ പുരസ്കാരം സ്നേഹാദരങ്ങളോടുകൂടി സമ്മാനിക്കുകയാണ്. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കൂ. പണ്ഡിറ്റ് പി ഗോപാലൻ നായരുടെ കുടുംബാംഗങ്ങൾ പുരസ്കാര ജേതാവായ അദ്ദേഹത്തെ നമസ്കരിക്കാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്.